നിലമ്പൂരിൽ സ്വാമി ഹിമവൽ ഭദ്രാനന്ദയ്ക്കൊപ്പം ഉണ്ടായിരുന്ന യുവാവിനെ സ്വകാര്യ ഹോട്ടലിന്റെ 4ാം നിലയിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബം പരാതി നൽകി. കഴിഞ്ഞ ജൂൺ 22-നാണ് പേരാമ്പ്ര സ്വദേശി 23-കാരൻ അജയ് കുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇദ്ദേഹത്തിന്റെ മുറിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, മരണം നടന്ന സംഭവ സമയത്ത് ആരൊക്കെ ഉണ്ട്, ഇതൊന്നും വ്യക്തമല്ല. ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു സാഹചര്യവുമില്ല. തീർച്ചയായും ദുരൂഹതയുണ്ട്. ആ ദുരൂഹത പുറത്തു കൊണ്ടുവരണം. മൈസൂരിൽ ബിരുദ വിദ്യാർത്ഥിയായ അജയ് കുമാർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും ഈ മരണവുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയയ്ക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കണമെന്നുമുള്ള ആവശ്യമാണ് ഉയരുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ വേട്ടയാടലിന്റെ പിന്നിൽ മറ്റാരൊക്കെയാണുള്ളത്, ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരാരൊക്കെയാണ്, ഇത് വളരെ വ്യക്തമായി പരിശോധിച്ച് ഈ സംഘത്തെ മൈസൂർ മുതൽ ഇങ്ങോട്ടുള്ള അന്വേഷണം നടക്കണം. അദ്ദേഹത്തിന് കൂടെ നമ്മളെ എന്താ സംഭവിച്ച ഹിമവൽ ഭദ്രാനന്ദ എന്ന് പറയുന്ന സ്വാമി ഉണ്ട് ഈ മുറിയിൽ. അപ്പോൾ അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ സംബന്ധിച്ച് വീട്ടുകാർക്ക് വലിയ അവ്യക്തത ഉണ്ടാവുന്നത്. സ്വാമി ഇത് സംബന്ധമായി പറഞ്ഞത് അന്നേ ദിവസം ഈ മരണപ്പെട്ട ദിവസം രാവിലെയാണ് അടുത്ത് പരിചയപ്പെട്ടതാണ്. എന്നാൽ സ്വാമിയുടെ വീട്ടിൽ അദ്ദേഹം പോവുകയും താമസിക്കുകയും എന്നുള്ള വിവരങ്ങൾ നേരത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, രക്ഷിതാക്കളോട് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മരിക്കുന്നതിന്റെ അന്ന് രാത്രി വീട്ടിലേക്ക് വിളിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഇവൻ 9:14 എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞത് സ്വാമീന്റെ റൂമിലാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ സ്വാമീന്റെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണല്ലോ പറഞ്ഞു. സ്വാമി ഒരു ഫ്രോഡാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ സ്വാമി ഒറ്റയ്ക്കേ ഉള്ളൂ, സ്വാമീനെ ഇന്ന് കൂടെ ആരുമില്ല, അതുകൊണ്ട് ഇന്ന് നിന്നിട്ട് നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരും എന്നാ പറഞ്ഞത് എന്നോട്. പിന്നെ രാവിലെ വരുന്നത് ഇങ്ങനത്തെ ഒരു വാർത്തയാ. സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. മീഡിയ 1 മലപ്പുറം. യെസ്, ജംഷീർ കോടിഞ്ഞി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജംഷീർ, ഗുഡ് മോർണിംഗ്. അതായത് ജൂൺ 22-ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഈ മരണം സംഭവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ലഹരി മാഫിയയ്ക്ക് ഈ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കുടുംബം സംശയിക്കാനുള്ള കാരണം എന്താണ്? ഒപ്പം തന്നെ ഹിമവൽ ഭദ്രാനന്ദ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ വൈരുദ്ധ്യമുണ്ട് എന്നുകൂടി കുടുംബം പറയുകയാണ്. യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അവിടെ നടന്നത്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിശദാംശങ്ങൾ ജംഷീർ? ജിൽസി പറഞ്ഞ പോലെ അതായത് ജൂൺ 22-നാണ് ഇത്തരത്തിൽ ഏതാണ്ട് 2 മണിയോട് കൂടിയാണ് തോന്നുന്നു ഈ യുവാവിനെ ഈ സ്വകാര്യ ഹോട്ടലിന്റെ മുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്, മുകളിൽ നിന്ന് വീണ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ ഇതിനകത്ത് ഒരു കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത്. മൈസൂരുവിൽ ബിരുദ വിദ്യാർത്ഥിയാണ് മരിച്ച അജയ് കുമാർ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ നിലമ്പൂരിലേക്ക് ഇദ്ദേഹം വരുന്നത്, എന്തിനു വേണ്ടിയാണ് വരുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരണം. അതോടൊപ്പം തന്നെ ഹിമവൽ ഭദ്രാനന്ദയ്ക്കൊപ്പം എങ്ങനെയാണ് ഈ യുവാവ് എത്തിയത് എന്നുള്ളത്. അതായത് വീട്ടിൽ പറഞ്ഞത് ഈ ഡ്രഗ്സിനെതിരെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. ആന്റി ഡ്രഗ്സ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ചില വാട്സപ്പ് കൂട്ടായ്മകളൊക്കെ ഉണ്ട്, അതിന്റെ ഭാഗമായി വരുന്നു എന്നുള്ള ഒരു വിവരമാണ് നൽകിയത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്, ഇതിനകത്ത് ഒരു കൃത്യമായ അന്വേഷണം വേണം എന്നുള്ളതാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുടുംബം ഇപ്പോൾ മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും നിലമ്പൂർ പോലീസിലും പരാതി നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തി ഇതിലെ ദുരൂഹതകൾ നീക്കണം എന്നുള്ളതാണ് ഈ കുടുംബം പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ അന്ന് മരിക്കുന്നതിന് അന്ന് രാത്രി കൂടി വീട്ടിലേക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഹിമവൽ ഭദ്രാനന്ദ പറഞ്ഞത് ഇദ്ദേഹത്തെ എനിക്ക് അന്നേ ദിവസം, അതായത് മരിക്കുന്നതിന് അന്ന് രാവിലെയാണ് കൂടുതലായി ഞാൻ പരിചയപ്പെട്ടത് എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ തന്നെ, അതായത് 18-ാം തീയതി മുന്നത്തെ 18-ാം തീയതി തന്നെ അദ്ദേഹത്തിന് വീട്ടിൽ പോവുകയും മറ്റൊക്കെ ചെയ്തിരുന്നു, അതിന്റെ ചിത്രങ്ങളൊക്കെ അയച്ചു തന്നിരുന്നു എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതേസമയം ഹിമവൽ ഭദ്രാനന്ദ പറയുന്നത് ഈ മരിച്ച യുവാവ് മറ്റൊരു മുറിയിലായിരുന്നു, താൻ മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്നു, പോലീസ് വന്ന് വിളിച്ചപ്പോഴാണ് താൻ ഇക്കാര്യം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള അന്വേഷണം നടക്കട്ടെ, ഏത് അന്വേഷണത്തോടും സഹകരിക്കാൻ തയ്യാറാണ്, താനും ഇത്തരത്തിൽ ഈ അന്വേഷണം വരട്ടെ എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഹിന്ദു മഹാസഭയുടെ നമുക്കറിയാവുന്ന പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഹിന്ദു മഹാസഭ 2 വിഭാഗം പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അതായത് LDFന് പിന്തുണ നൽകിയ ഒരു ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു. അതിന്റെ നേതാവായിട്ടുള്ള സ്വാമി ദത്രയ സ്വരൂപാനന്ദ, അദ്ദേഹത്തിന് തന്നോട് ചില വ്യക്തിവൈരാഗ്യങ്ങളുണ്ട്, അദ്ദേഹമാണ് ഇതിന് പിന്നിൽ നിന്നുള്ള ഒരു ആരോപണം, തനിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ള ആരോപണം കൂടി ഈ ഹിമവൽ ഭദ്രാനന്ദ ഉന്നയിക്കുന്നുണ്ട്. ശരി.